കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഒരു ധർണ അല്ലെങ്കിൽ ഒരു സമരത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിനായി നമ്മുടെ മനുമാശയെ ക്ഷണിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന തലത്തിൽ തന്നെ SSKയിലേക്ക് ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് RMS ഓഫീസിന് മുന്നിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 2 മാസമായി ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് ശമ്പളം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് SSKയിൽ ഫണ്ട് ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് എന്ന് നമ്മളെല്ലാവരും ബോധ്യപ്പെടുന്നു. കഴിഞ്ഞ വർഷം SSKയ്ക്ക് ലഭിക്കേണ്ട 1500 കോടി രൂപ, ആ 1500 കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് തന്നിട്ടില്ല. നമുക്കറിയാം SSK എന്ന് പറയുന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും വരുന്നത്. അതിൽ കേന്ദ്രം തരേണ്ട 60% ഫണ്ടിലാണ് ഈ 1500 കോടി രൂപ. ആ 1500 കോടി രൂപയിൽ 1 രൂപ പോലും തരാതെയാണ് കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനം മുഴുവൻ ഇവിടെ നടന്നത്. കഴിഞ്ഞ 1 വർഷം SSKയിലെ ജീവനക്കാരുടെ ആരുടെയും ശമ്പളം മുടങ്ങിയിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട പാഠപുസ്തകങ്ങൾ, 8ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ സൗജന്യമായി കഴിഞ്ഞ വർഷം കൊടുത്തു. അതുപോലെ വർണ്ണക്കൂടാരം ഉൾപ്പെടെയുള്ള പദ്ധതികൾ, തെറാപ്പികൾ ഉൾപ്പെടെയുള്ള ഉപകരണ വിതരണങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം കഴിഞ്ഞ വർഷം പല കാര്യങ്ങളും മുടക്കമില്ലാതെ നടന്നു. പക്ഷേ ഈ വർഷവും നമുക്ക് കഴിഞ്ഞ വർഷം ലഭിക്കേണ്ട ഫണ്ട് മാർച്ച് മാസത്തിലെങ്കിലും ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് കേരള സർക്കാർ മുന്നോട്ട് പോയത്. സാമ്പത്തിക വർഷം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഇപ്പോൾ 4ാമത്തെ മാസത്തിലേക്ക് എത്തുകയാണ്. ഇതുവരെയും കഴിഞ്ഞ വർഷത്തെ തുക നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ വർഷത്തെ ഗഡു പോലും നൽകുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് തടഞ്ഞു വെക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ഫണ്ട് തരാത്തത്? കേരളത്തിന് ഫണ്ട് തരാത്തതിന് കാരണമായി പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ 2 പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കണം. SSK എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സർവശിക്ഷ അഭിയാൻ എന്ന പദ്ധതി, 2001 ആരംഭിച്ച സർവശിക്ഷ അഭിയാൻ പിന്നീട് ഹൈസ്കൂൾ ക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടെ വന്നപ്പോൾ 2018 സമഗ്ര ശിക്ഷ കേരള എന്ന പേരിൽ ഒരു പ്രോജക്റ്റായി മാറിയത്. 2018 2020 ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് 2023 ഏതാരംഭിക്കുന്നത്? ഈ PM ശ്രീ പദ്ധതി ആരംഭിക്കുന്നത്. ഇപ്പോൾ രണ്ടും 2 പദ്ധതികളാണ്. അപ്പോൾ ഒരു പദ്ധതിയിൽ സംസ്ഥാനം ചേർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു പദ്ധതിയിലേക്കുള്ള തുക തടഞ്ഞു വെക്കുന്നത്. കേരളത്തിന് മാത്രമല്ല, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ശമ്പളം പോലും നൽകാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഈ വരുന്ന പരീക്ഷകളിൽ കുട്ടികൾക്ക് ചോദ്യപേപ്പർ അടിക്കാൻ പോലും ലഭിക്കേണ്ട പൈസ, അതേപോലെ യൂണിഫോമിൻ്റെ കുട്ടികൾക്ക് ലഭിക്കേണ്ട പൈസ, ഇതെല്ലാം തടഞ്ഞു വെച്ച കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ് നമ്മൾ ഈ സമരമുഖത്തേക്ക് കിടക്കുന്നത്. ഇതിൽ എല്ലാവരും ഈ സമരമുഖത്തിൽ അണിനിരുന്ന പോവുകയാണ്. KST സംബന്ധിച്ച് പൊതുവിദ്യാലയത്തെ ഏറ്റവും നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്ന SSK എന്ന പ്രസ്ഥാനത്തെ, SSK എന്ന പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഉള്ള പ്രതിഷേധമാണ് കേരളമാകെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സംഘടന ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരു പരിപാടിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട ഗവർണർ വിളിച്ച പരിപാടിയിൽ നിന്നടക്കം തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയത് ഇന്നലകളിൽ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കാനുള്ള, കേരളത്തിൻ്റെ പുരോഗതിയെ തടഞ്ഞു നിർത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞ് സ്ഥലങ്ങൾ കുറച്ചേ ഉള്ളൂ രാജ്യത്ത്, കേന്ദ്രഭരണ പ്രദേശം. ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളുടേതായിരിക്കും. അപ്പോൾ സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് യോജിപ്പോടുകൂടി നിർവഹിക്കേണ്ട മേഖലകൾ ഏതൊക്കെയെന്ന് ഭരണഘടനയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ ഒന്നാണ് വിദ്യാഭ്യാസം. നടത്തിയ നമ്മുടെ കുഴമന്നം
സബ് ജില്ലാ തലത്തിലുള്ള ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KSTയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മനു മാഷിനുള്ള നന്ദി കുഴമന്നം ബിയാസിയുടെ പേരിൽ ആദ്യമായി അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ നടത്തിയ നമ്മുടെ കുഴമന്നം സബ് ജില്ലാ തലത്തിലുള്ള ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KSTയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മനു മാഷിനുള്ള നന്ദി കുഴമന്നം ബിയാസിയുടെ പേരിൽ ആദ്യമായി അതോടൊപ്പം തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കുഴമന്നം ബിയാസിയുടെ BPCയുമായ ശ്രീ അഭിലാഷ് സാറിന് നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ ധർണയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട ട്രെയിനർ ഡോക്ടർ ജഷ് ടീച്ചർക്കുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്ത് സംസാരിക്കുകയും നമ്മുടെ കുഴമന്നം ബിയാസി സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ